ഹലോ ഫ്രണ്ട്സ്, ഒരു ഡിവൈൻ ഫെമിനൈൻ ബാലൻസ് ആയിട്ട് അതായത് ഇമോഷണലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ ഡിവൈൻ മാസ്കുലൈൻ കോണ്ടാക്റ്റിൽ വരുന്നത് ഒരു വലിയ എനർജിക് ഷിഫ്റ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഇതൊരു എക്സൈറ്റ്മെൻറ്റിൻ്റെ കൂടിയിട്ടുള്ളൊരു ടെസ്റ്റാണ് യൂണിവേഴ്സിൻ്റെ. ഇതിപ്പോൾ ഡിവൈൻ ഫെമിനൈൻ ബാലൻസ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ DM വരുമ്പോൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് DM മെസ്സേജ് അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ അയച്ചത് കൊണ്ട് അല്ലെങ്കിൽ അവരൊന്ന് കോൾ വിളിച്ചത് കൊണ്ട് നമ്മൾ ഓവർ എക്സൈറ്റഡ് ആവാണ്ട് നമുക്ക് നമ്മുടെ ആങ്സൈറ്റി അതുപോലെ തന്നെ നമ്മുടെ ഫിയേഴ്സൊക്കെ ട്രിഗർ ആവാനായിട്ട് പാടില്ല. നമ്മൾ ബാലൻസ്ഡ് ആയിട്ടാണല്ലോ ഓൾറെഡി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള DFs എപ്പോഴും കാമായിട്ട് അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം. ഞാൻ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് എന്നൊരു മൈൻഡ് സെറ്റിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റിയാക്റ്റ് ചെയ്യണ്ട, റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലേക്ക് വരാം. അതായത് ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചതിന് മറുപടി കൊടുക്കുന്നതിന് പകരം അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു മറുപടികളെ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതായത് ഇപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഭയങ്കര ഇമോഷണലായിട്ട് ഫോട്ടോസുകൾ അയക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ടോക്കിങ് വരാം. അതുപോലെ തന്നെ ഇത് നമ്മളുടെ യൂണിവേഴ്സിൻ്റെ ഒരു ടെസ്റ്റാണ്. നിങ്ങൾ എത്രത്തോളം ഹീലായിട്ടില്ലേ, വീണ്ടും ആ ഒരു പഴയ ട്രോമാസുകളൊക്കെ എപ്പോഴും ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര അധികം ഷോർട്ടായിട്ടുള്ള റിപ്ലൈകൾ കൊടുത്താൽ മതി. റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള എന്നാൽ വളരെ ഷോർട്ടായിട്ടുള്ള റിപ്ലൈകൾ മാത്രം കൊടുക്കുക. ശരിക്കും ഭയങ്കര ക്ലിയറായിട്ട് പിന്നെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാം. അതായത് DM വരുന്നത് പിന്നെയും ഓടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ലെവലിലാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഹോട്ട് ആൻഡ് കോൾഡ് പോലത്തെ ഒരു പാറ്റേൺ ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം അത് വീണ്ടും DFനെ അത്രയ്ക്കധികം ഇമോഷണലി വീണ്ടും താഴ്ത്തും. അപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്ത അതായത് ഒരു സിറ്റുവേഷൻഷിപ്പ് പോലെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ വരുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക, അല്ലാണ്ട് നമ്മൾ ചേസ് ചെയ്യരുത് അവരെ. അതായത് DM ഈ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് കാണിക്കുന്നുണ്ടോ, കൺസിസ്റ്റൻസി ആയിട്ട് നിലനിൽക്കുന്നുണ്ടോ, ഒരു ഇമോഷണൽ മെച്യൂരിറ്റി അവർക്ക് വന്നിട്ടുണ്ടോ, ഇതൊക്കെയാണ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള DF ചെയ്യേണ്ട കാര്യങ്ങൾ. അവളെ എപ്പോഴും അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്, നമ്മളൊരിക്കലും ചേസിങ്ങിലേക്ക് പോകരുത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും DM ഓടിപ്പോയിട്ടുണ്ടാവുക. അതായത് ഒരു ദിവസം വരുന്നു, ഒരു ഹായ് പറയുന്നു, പിന്നെ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ളൊരു സംസാരവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അവർ ഓടിപ്പോകുന്നു. നമ്മൾ ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഒരു വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്. നമ്മൾ ഓവർ ഗിവിങ് ആവരുത് ഒരിക്കലും DMന് വേണ്ടിയിട്ട്. നമ്മുടെ ഒരു ന്യൂ വേർഷനായിട്ടുള്ള ഒരു DF ആയിട്ട് വേണം നമ്മൾ ഇങ്ങനെ വരുന്ന DMസിനെ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെ വരുമ്പോൾ ആ DMസിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഒരു DF ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണല്ലോ DMന് ഒരു എനർജി പുള്ളുണ്ടായിട്ട് അവർ സാധാരണയായിട്ട് റിട്ടേൺ വരുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, ഈ ഒരു പുള്ള് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ DMന് ശക്തമായിട്ടൊരു അട്രാക്ഷൻ നമ്മളോട് ഫീൽ ചെയ്യും. അവർ കുറച്ചും കൂടെ ഒരു അപ്പോൾ വരുന്ന DM ഒരിക്കലും ഹീൽഡ് ആയിരിക്കില്ല. അവർ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അവിടെ തന്നെ ഉണ്ടോ, ഇപ്പോഴും എന്നോട് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ തരുമോ, ഒരു ചെറിയൊരു കാഷ്വൽ ടോക്കിന് വേണ്ടിയിട്ട് വരുന്നതാണ്. പക്ഷേ അവരുടെ ഉള്ളിലൊരു ഡീപ്പ് ഇമോഷനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവർ വന്ന പോലെ തന്നെ ഓടിപ്പോകും. അപ്പോൾ പൂർണ്ണമായിട്ടും അവരുടെ ഈഗോ കാര്യങ്ങളൊന്നും ഡിസോൾവ് ആയിട്ടില്ല എന്നാണ് അത്തരം കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർക്ക് നമ്മളോട് കുറച്ച് ഓപ്പൺ അപ്പായിട്ട് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു ഭയം ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ഒരു ചെറിയ തോതിലുള്ള ഒരു കോൺവെർസേഷൻ മാത്രമായിരിക്കും അവർ നടത്തുക. പിന്നെ ഇങ്ങനെ വരുന്ന DMന് എപ്പോഴും ഒരു ഭയം എന്താണെന്ന് വെച്ചാൽ റിജക്ഷൻ്റെ ഒരു ഭയം ഉണ്ടായിരിക്കും. അതായത് DF സ്ട്രോങ് ആണെന്ന് ഇപ്പോൾ അവർക്ക് തോന്നി. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഇനി അപ്രോച്ച് ചെയ്യുമ്പോൾ എന്നെ റിജക്റ്റ് ചെയ്യുമോ. അപ്പോൾ ഇത്തരത്തിലുള്ള തോട്ട്സൊക്കെ കൊണ്ടിട്ടാണ് DM വീണ്ടും റിട്ടേൺ വരുന്നുണ്ടാവുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഘട്ടത്തിൽ DM തിരിച്ചു വരുമ്പോൾ ഒരു DF എപ്പോഴും നമ്മുടെ എനർജീനെ സേവ് ചെയ്യുക, എനർജി എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക.
ശരിക്കും ഒരു യൂണിയനിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈക്വലായിട്ടുള്ളൊരു എഫേർട്ട് വേണം എന്നാണ് പറയാം. അതായത് എപ്പോഴും ഞാൻ ശാന്തിയിലും സമാധാനത്തിലുമാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒരു DFന് ഉണ്ടായിരിക്കണം. ഇനി ഇവരിങ്ങനെ തിരിച്ചു വരുമ്പോൾ അതൊരു ജെന്യുവനായിട്ടുള്ളൊരു റീകൺസിലേഷൻ തന്നെയാണോ, ടെമ്പററി ആയിട്ട് വന്നിട്ടുള്ളതാണോ എന്ന് നമുക്കറിയാനുള്ള ചില സൂചനകളുണ്ട്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള DFന് ഇത് വളരെ എന്താ പറയുക, കാമായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒന്ന് കൺസിസ്റ്റൻസി, DM റെഗുലറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. മാത്രമല്ല ആ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് പാറ്റേൺ ഉണ്ടാവില്ല. പിന്നെ വേർഡ്സ് മാത്രമല്ല, ആക്ഷൻ കൂടിയിട്ട് അവരുടെ ഒരു സ്റ്റേബിൾ ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് മുമ്പ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ അവർ അഡ്മിറ്റ് ചെയ്യും. അവർ എന്താണ് പറയുക, ബ്ലെയിം മെൻറ്റാലിറ്റിയിൽ നിന്ന് ഒരു ഷിഫ്റ്റ്, റെസ്പോൺസിബിലിറ്റിയിൽ നിന്നുള്ളൊരു ഷിഫ്റ്റിലേക്ക് അവർ വരും. അതായത് അവർക്ക് തെറ്റ് പറ്റി എന്നുള്ളത് അവർ തുറന്ന് പറയുന്ന ഒരു രീതിയിലുള്ളൊരു കോൺവെർസേഷനൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ ഒരു കാഷ്വൽ ടോക്ക് ആയിരിക്കില്ല അവർ വരുമ്പോൾ നടത്തുന്നത്. ഒരു റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിനെ കുറിച്ചൊരു ക്ലാരിറ്റി കാണിക്കുന്ന പോലെയൊക്കെ, അതുപോലെ കമ്മിറ്റ്മെൻറ്റിന് ഭയമില്ലാത്ത രീതിയിലൊക്കെ അവർ സംസാരിക്കും. പിന്നെ നമുക്ക് എങ്ങനെയാണ് അത് തിരിച്ചറിയാൻ പറ്റുകയെന്ന് വെച്ചാൽ, അവർ പണ്ട് അവർക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ, അവരുടെ ഒരു വൾണറബിലിറ്റി കാണിക്കാനൊക്കെ ആയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ വളരെയധികം ഓപ്പണായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. പിന്നെ അവരുടെ ഫീലിങ്സ് ഒന്നും അവർ ഹൈഡ് ചെയ്യില്ല, അവരതൊക്കെ എക്സ്പ്രസ് ചെയ്യും. പിന്നെ ഒരു ഡെപ്തായിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരിക്കും ആ സമയത്ത് നടക്കുക. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ DF മാത്രം ഇത് ട്രൈ ചെയ്താലല്ല ഇത് നടക്കുക. DMും ഈക്വലി ഇൻവെസ്റ്റ് ചെയ്യണം, ടൈമും എനർജിയും പ്രയോറിറ്റിയും ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ജെന്യുവൻ ആയിട്ടുള്ള ഒരു തിരിച്ചുവരവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇനി ജെന്യുവൻ അല്ല അത് ടെമ്പററി ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കതിനെങ്ങനെ വേഗം ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ, അവരൊരു എന്താ പറയുക, അവർക്കൊരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടോ, മിസ്സിങ് എനർജി അല്ലെങ്കിൽ ഒരു ബോറിംഗ് ആയിട്ടുള്ളൊരു എനർജിയൊക്കെ ഫീൽ ചെയ്യുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യും. എന്തെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചിട്ട് ഹായ് അവിടെ ഉണ്ടോ, എന്താണ്, അങ്ങനെയൊക്കെ വരും. പിന്നെ അവർ എന്താ പറയുക, ഫ്രണ്ട്സായിട്ടിരിക്കാം, നമുക്ക് അങ്ങനെയൊക്കെയുള്ള ജസ്റ്റ് ഒരു ടോക്കിംഗ് പോലെയൊക്കെ നടത്തും. അത് ജസ്റ്റ് ഒരു ചെക്കിങ്ങിന് വേണ്ടി വരുന്ന പോലെയാണെന്ന് നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ബിഹേവിങ് രീതിയിലൊന്നും പ്രത്യേകിച്ചൊരു ചേഞ്ച് ഉണ്ടാവില്ല. സെയിം ഈഗോ, സെയിം അവോയ്ഡ്നെസ് പോലെയുള്ള സ്വഭാവം, സെയിം ആയിട്ടുള്ള എല്ലാ എക്സ്ക്യൂസസും കാര്യങ്ങളൊക്കെ അവരുടെ ക്യാരക്ടറിലുണ്ടായിരിക്കും. പിന്നെ അവർ ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും സംസാരിക്കില്ല, പ്രത്യേകിച്ചും കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ടോക്കിങ്ങോ അങ്ങനെയൊന്നും വരില്ല. ടോപ്പിക്കൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ട്രൈ ചെയ്യും. പിന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ, അവരുടെ ഇമോഷണൽ ഡെപ്ത് ഇല്ലാത്ത ഒരു കോൺവെർസേഷൻ ആയിരിക്കും. ചിലപ്പോൾ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കോൺവെർസേഷനൊക്കെ ആയിരിക്കും കൂടുതൽ നടത്തുക. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ജെന്യുവൻ ആയിട്ടില്ല, അവർ ഹീലായിട്ടില്ല, അവർ ജസ്റ്റ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള DF എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഡിസിഷനും എടുക്കാൻ നിൽക്കരുത്. അവർ പറയുന്ന വേർഡുകളും കാര്യങ്ങളും എല്ലാം ഒബ്സർവ് ചെയ്യുക, കേൾക്കുക. അതുപോലെ തന്നെ നമ്മുടെ എനർജി പീസ്ഫുള്ളാക്കി വയ്ക്കുക. അത് കേട്ടിട്ട് നമ്മൾ ഒരിക്കലും സ്ട്രെസ്ഡ് ആവാനോ അതൊന്നിനൊന്നും പോവാനായിട്ട് നിൽക്കരുത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നോക്കി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ എൻ്റെ DM എൻ്റെ ലൈഫിലേക്ക് റിട്ടേൺ വന്നു, അപ്പോൾ എനിക്ക് പീസ് ആണോ ഫീൽ ചെയ്യുന്നത്, ആങ്സൈറ്റി ആണോ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പീസ് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ആൾക്ക് ജെന്യുവൻ ആയിട്ടുള്ളൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇനി അതല്ല, ആൾ വന്നിട്ടും നിങ്ങൾക്കൊരു ആങ്സൈറ്റി പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഓൾട്ട് പാറ്റേൺ റിപ്പീറ്റ് ആവുന്ന പോലെയൊക്കെ ഒരു ഫീലിങ്സാണ് കിട്ടുന്നതെങ്കിൽ വന്നിട്ടുള്ളത് ഒരിക്കലും ജെന്യുവൻ ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക റെസ്പോൺസിബിൾ ആയിട്ടില്ല ഒരു DM അല്ല. അപ്പോൾ ശരിക്കും ഈ ഒരു റീകൺസിലേഷനും ഈ ഒരു മിനി യൂണിയൻ എന്നൊക്കെ എല്ലാം ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്നൊരു കാര്യം തന്നെയാണ്. ബട്ട് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണിയൻ എന്താണെങ്കിലും പോസിബിളാവും. പിന്നെ നമുക്കൊരു ഡൗട്ടായിരിക്കും, DM ശരിക്കും അവേക്കൺ ആയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റും ഉള്ളത്. അപ്പോൾ അതിന് ശരിക്കും എന്താ പറയുക, അവരുടെ വർത്തമാനവും അവരുടെ ബിഹേവിങ് രീതിയൊക്കെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കത്
ചെയ്യാൻ പറ്റുന്നത്. അതായത് ഈഗോ അവരുടെ വളരെയധികം മുന്നത്തെ പോലെ ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. കൺട്രോളിങ്, അവരുടെ ഒരു ഡോമിനൻസ് എനർജി ഉണ്ടെങ്കിൽ അതുപോലെ അവരുടെ പ്രൈഡ്, അതൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് വളരെ കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. പിന്നെ എന്താണ്, അവർക്കൊരു പാസ്റ്റ് മിസ്റ്റേക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അത് ഡിനേ ചെയ്യില്ല. എക്സ്ക്യൂസൊന്നും പറയാതെ ആ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കാനുള്ളൊരു മെൻറ്റാലിറ്റി കാണിക്കും. പിന്നെ അവരുടെ അപ്പോഴത്തെ ഒരു അപ്പോളജി എന്ന് പറയുന്നത്, നമ്മളോടുള്ള ഒരു സംസാരം എന്ന് പറയുന്നത് വളരെ ജെന്യുവിനായിരിക്കും. അതിലൊരു ജസ്റ്റിഫിക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു ഇങ്ങനെ അവൈക്കൻ്റായിട്ട് വരുന്ന DM ഒരിക്കലും ഒരു ഹോട്ട് ആൻഡ് കോൾഡ് പാറ്റേൺ കാണിക്കില്ല. അതായത് റെഗുലറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും അതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു പ്ലാൻ ഫോളോ ചെയ്യാനും അങ്ങനെയൊക്കെ എടുക്കാനുള്ള ഒരു ആക്ഷൻ മൂഡ് കാണിക്കും. പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, അവരുടെ ഫീലിങ്സ് അവർ നമ്മളോട് തുറന്നു പറയും. എനിക്ക് നിന്നെ മിസ് ചെയ്തിരുന്നു എന്നുള്ളത് ഒരു ഈഗോയും ഇല്ലാതെ, അല്ലെങ്കിൽ എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഓപ്പണായിട്ട് നമ്മളോട് തുറന്നു പറയും. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഹാർട്ട് ലെവലായിട്ടുള്ളൊരു കണക്ഷൻ ആണ് ആ സമയത്ത് ഫീൽ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നമുക്ക് അവൈക്കൻഡ് ആയിട്ടുള്ള DM ആണോ എന്നെങ്ങനെ മനസ്സിലാവാൻ ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട്, അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട്, റെസ്പോൺസിബിലിറ്റീനെ കുറിച്ചിട്ട്, ഇതൊക്കെ റൺ ചെയ്യാതെ തന്നെ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്കൊക്കെ വന്നിട്ട് അതായത് ആ ഒരു കണക്ഷൻ അവർ കട്ടാക്കാനായിട്ട് നോക്കൂല. അപ്പോൾ വരുന്ന സമയങ്ങളിലെല്ലാം അവർ ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എടുക്കും. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ എത്രത്തോളം സ്പിരിച്വലി അവയർനെസ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അവരുടെ മൈൻഡ് സെറ്റ് ഒരുപാട് ഗ്രോത്ത് ആയിട്ടുണ്ടാവും. അവർ തന്നെ അവരുടെ പഴയ രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട് പുതിയതായിട്ടുള്ള രീതികളിനെ കുറിച്ച് വന്നതും കുറച്ച് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഓവറായിട്ട് എന്നല്ല പറയുന്നത്, ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ മെഡിറ്റേഷൻ അങ്ങനെയല്ല, ബട്ട് അവർ അമ്പലങ്ങളിൽ പോയിട്ടുണ്ടായിരിക്കും, വിശ്വാസം വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് അതിനോടൊരു ഹിൻഡ് കിട്ടും അവർ സ്പിരിച്വലി അവയർനെസ് ആയിട്ടുണ്ട് എന്നുള്ളതിന്. പിന്നെ അവർ DFനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യും. ഒരു അവൈക്കണിങ് നടന്നിട്ടുള്ള അവൈക്കണ്ട് ആയിട്ടുള്ള DM ആണെങ്കിൽ അവരുടെ DFനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യും. കൺട്രോൾ ചെയ്യാനൊന്നും ശ്രമിക്കില്ല. അവർക്ക് നല്ല രീതിയിൽ സ്പേസ് കൊടുക്കും. ജലസി ഗെയിംസ് ഒന്നും അവരോട് കളിക്കില്ല. ഇതൊരു ജലസി ഒന്നും നമ്മളോട് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് DM അവൈക്കണിങ് ആയി എന്ന് നമുക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള DFനെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന DFs ആണെങ്കിൽ നമുക്കത് ഇങ്ങനെ അവൈക്കണായിട്ടുള്ള DM ആണോ വരുന്നതെന്ന് അറിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കാതെ നമ്മളൊരു 1 മന്തെങ്കിലും അവരെ ഒബ്സർവ് ചെയ്യുക. അവരുടെ എനർജി കാമാണോ, അവരുടെ ബിഹേവിയർ സ്റ്റേബിളായിട്ടുണ്ടോ, ഈ എഫേർട്ട് എടുക്കുന്നത് ഈക്വലാണോ, ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ട്രൂത്ത് റിവീലാവും. പിന്നെ നമ്മൾ എന്ത് വേണം, നമ്മൾ ബാലൻസ്, നമ്മുടെ ഒരു ഇന്നർ ബാലൻസ് നമ്മൾ കളയാനായിട്ട് പാടില്ല. ശരിക്കും ഒരു ട്രൂ അവൈക്കൻഡ് ആയിട്ടുള്ള DM ആണ് വരുന്നതെങ്കിൽ ആ DFന് ഒരിക്കലും ആങ്സൈറ്റി ഉണ്ടാവില്ല. പകരം ഒരു ഇന്നർ പീസാണ് ഫീൽ ചെയ്യുക. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കത് ശരിക്കും അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഇന്നർ പീസല്ല ലഭിക്കുന്നതെങ്കിൽ പുള്ളി അവൈക്കൻഡ് അല്ല, വീണ്ടും നമ്മുടെ എനർജി അല്ലെങ്കിൽ നമ്മളുടെ ഒരു എനർജി പുള്ള് കൊണ്ട്, നമ്മുടെ ഒരു മിസ്സിങ് കൊണ്ട് നമ്മളവിടെ ഉണ്ടോ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ സ്പോട്ടിൽ പുള്ളി ഓടുന്നു മനസ്സിലാക്കുക. സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക, ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ.